ദിവസങ്ങൾ വീണ്ടും അതിന്റെ ഒഴുക്കിനൊത്തു നീന്തിക്കൊണ്ടിരുന്നു. അന്നത്തെ ആ ദിവസത്തിൽ പിന്നെ ചാന്ദിനിയുടെ ശല്യം ശിവയ്ക്കോ ത്രിലോകിന്റെയോ ഇടയ്ക്കുണ്ടായില്ല എന്നത് ശിവയ്ക്ക് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. എന്നാൽ ത്രിലോക് ന്യൂ പ്രോജക്റ്റുമായി കൂടുതൽ തിരക്കുകളിലേക്ക് പോയി തുടങ്ങിയതും ശിവയ്ക്ക് അതൊരു വലിയ അസ്വസ്ഥതയായിരുന്നു. അവനോടൊപ്പം സമയം ചിലവഴിക്കാനോ ഒന്നിച്ചു പുറത്തൊക്കെ പോകാനോ എന്തിന്, ഏറെ സംസാരം പോലും പിന്നെ പിന്നെ അവർ തമ്മിൽ കുറവായിരുന്നു എന്ന് വേണം പറയാൻ. ത്രിലോക് ശിവ എഴുന്നേൽക്കും മുന്നേ പോകും, പിന്നെ തിരികെ വരുന്നത് അവൾ ഉറങ്ങിയ ശേഷമാകും. പക്ഷേ അവൾ അറിയാത്ത പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ടായിരുന്നു. രാത്രി ഏറെ വൈകി മടങ്ങിയെത്തുന്ന ത്രിലോക് ശിവയ്ക്കരികിൽ ഒരുപാട് നേരം ചിലവഴിക്കും. തന്റെ ക്ഷീണവും അവശതയും മറന്നുകൊണ്ട് തന്നെ. നഗ്നമായ അവളുടെ വയറിലേക്ക് നോക്കി അവൻ കുറുമ്പോടെ എന്തൊക്കെയോ സംസാരിക്കും. ഒടുവിൽ അവളുടെ നെറുകയിൽ ചുംബിച്ച് അവളെ തന്റെ നെഞ്ചോരം ചായച്ചു കിടത്തും. എന്നാൽ ശിവ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പണ്ടത്തെ ശിവയിൽ നിന്ന് ഒരുപാട് മാറ്റമാണ് ഇപ്പോഴത്തെ ശിവയ്ക്ക്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ദേഷ്യമാണ് അവൾക്ക്. ത്രിലോക് ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് നമ്മുടെ ലക്ഷ്യക്കാണെന്ന് മാത്രം. ചെറിയ തോതിൽ വയറൊക്കെ വച്ചു തുടങ്ങി. 4-ാം മാസം പിന്നിട്ടതോടെ ഛർദി കുറഞ്ഞുവെങ്കിലും ദേഷ്യവും വാശിയും അതിന്റെ ഉച്ചസ്ഥായിയിലാണെന്ന് മാത്രം. മുന്നും മിന്നും നോക്കാതെ പെരുമാറും. അവൾ പോലും അറിയാത്ത രീതിയിലാകും ദേഷ്യം കടന്നുവരുന്നത്. അതുപോലെ കുളി കഴിഞ്ഞ് ഹാളിൽ ഇരിക്കുകയാണ് ശിവ. കാർത്തിക രാവിലെ വന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് മടങ്ങിപ്പോയി. ഒന്ന് സംസാരിക്കാൻ പോലും ആരുമില്ലാത്തത് കൊണ്ട് തന്നെ വീർത്തു തുടങ്ങിയ തന്റെ ഉദരത്തിൽ കൈ അമർത്തി അവൾ ആ കുഞ്ഞിനോടെന്ന പോലെ എന്തൊക്കെയോ സംസാരിച്ചിരിക്കുകയാണ്. അരികിലിരിക്കുന്ന ഫോൺ റിങ് ചെയ്യുമ്പോൾ ശിവയുടെ ശ്രദ്ധ അവിടേക്കൊന്നു പാളി. ത്രിലോകാണെന്ന് മനസ്സിലായതും അവൾ ഒട്ടും താല്പര്യമില്ലാത്ത പോലെ കോൾ എടുത്തു. ശിവ. ആ ശബ്ദത്തിൽ തന്റെ നെഞ്ചൊന്ന് ഇടിച്ചതായി തോന്നി അവൾക്ക്. നാളുകൾക്ക് ശേഷം കേട്ട ആ സ്വരത്തിൽ അവളുടെ ഉള്ളം പോലും വിറച്ച പോലെ. നേർമേൽ ഒരു മൂളൽ മാത്രമായിരുന്നു അവളുടെ മറുപടി. ഞാൻ ഇന്ന് നേരത്തെ വരും. ഇതെന്തിന് എന്നോട് പറയുന്നു എന്ന സംശയമായിരുന്നു ശിവയിലെങ്കിൽ ഒരു കള്ളച്ചിരിയായിരുന്നു ഈ നേരം ത്രിലോകിന്റെ ചുണ്ടുകളിൽ വിരിഞ്ഞത്. കാര്യമായി തന്നെ ചിലരുടെ പിണക്കവും പരിവവും ഒക്കെ ഒന്ന് തീർക്കണം. അതിനുവേണ്ടി കണക്കാക്കി തന്നെയാ വരുന്നത്. കുറുമ്പോടെ അവൻ പറയുമ്പോൾ ശിവയിൽ ഒരു പുഞ്ചിരി മിന്നിമാഞ്ഞു. അയ്യോ വേണ്ട ത്രിലോക് സാർ, ആ കമ്പനിയും കെട്ടിപ്പിടിച്ച് അവിടെ തന്നെ ഇരുന്നോ. ഞാനും എന്റെ കുഞ്ഞും ഇവിടെ എവിടെയെങ്കിലും ആർക്കും ശല്യമില്ലാതെ കഴിഞ്ഞോളാം. ഡി നീ എന്റെ കുഞ്ഞിനെ അങ്ങ് കൂട്ടു വിളിക്കേണ്ട. അവൻ ഈ അച്ഛന്റെ മോനാണ്, അല്ലാതെ നിന്നെപ്പോലെ അല്ല. ഇത്തവണ ശിവയുടെ ചുണ്ടുകൾ കൂർത്തു വന്നു. അവൻ കിടക്കുന്നത് എന്റെ വയറ്റിലാണ്, അതുകൊണ്ട് എന്നെ പോലെയേ വരൂ. അവളും ഒട്ടും വിട്ടുകൊടുത്തില്ല. എന്നാൽ അതൊന്ന് കാണണമല്ലോ എനിക്ക്. ആ കാണാം. അവൾ ദേഷ്യത്തിൽ കോൾ കട്ട് ചെയ്ത് ഫോൺ സോഫയിലേക്ക് ഇട്ടു. ശേഷം അല്പം വീർത്തു നിൽക്കുന്ന തന്റെ വയറ്റിൽ കൈയമർത്തി. അച്ഛന്റെ മോനാണോടാ കള്ളാ നീ? അവൾ പുഞ്ചിരിയോടെ ചോദിച്ചുകൊണ്ട് മെല്ലെ അവിടെ ഒന്ന് തലോടി. ആ സമയം തന്നെയായിരുന്നു പുറത്ത് കോളിംഗ് ബെൽ മുഴങ്ങിയതും ഒരു വേള ശിവയുടെ നെഞ്ചിടിപ്പ് ഉയർന്നു. എന്റെ യക്ഷിയമ്മേ, ഇങ്ങേര് ഇത്ര പെട്ടെന്ന് വന്നോ? ഈശ്വര, പണിയായോ? ശിവ നഖവും കടിച്ചുകൊണ്ട് മെല്ലെ പോയി ഡോർ തുറന്നു. എന്നാൽ മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് അവളുടെ മുഖം മാറി. അശോകനും അയാൾക്കൊപ്പം ആദിയും. ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അവൾ അവരെ അവിടെ. മരുമകൾ എന്താ ഞങ്ങളെ അകത്തേക്ക് ക്ഷണിക്കാത്തത്? അശോകൻ ഒരു ചിരി മുഖത്തണിഞ്ഞുകൊണ്ട് ചോദിക്കവേ ശിവ വേഗം ഡോറിന്റെ മുന്നിൽ നിന്ന് മാറിക്കൊടുത്തു. അവർക്ക് അകത്തേക്ക് കയറാൻ എന്നോണം. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവർ ഇരുവരും അകത്തേക്ക് കയറി. ശിവയ്ക്കാണെങ്കിൽ എന്തു ചെയ്യണം എന്നും പോലും അറിയാത്ത അവസ്ഥയായിരുന്നു. അവൾ അവരിൽ നിന്ന് അല്പം മാറി ചുവരിൽ ചാരി നിന്നു. അശോക് അവളെ ആകെ മൊത്തം ഒന്ന് നോക്കി. മുമ്പത്തേക്കാൾ അവൾ അല്പം കൂടെ മാറിയതായി തോന്നി അയാൾക്ക്. നെറ്റിയിലെ സിന്ദൂരവും കഴുത്തിലെ താലിമാലയും കിടന്ന് അയാളുടെ കണ്ണുകൾ അല്പം വീർത്ത അവളുടെ ഉദരത്തിലായി വന്നു നിന്നു. കണ്ണുകൾ അവിടെ തറഞ്ഞു നിൽക്കുമ്പോൾ പല്ലൊന്ന് അമർത്തി കടിച്ചു അയാൾ. തന്റെ മകന്റെ കുഞ്ഞാണ് അവൾക്കുള്ളിൽ ഉള്ളതെന്ന് ഓർക്കുന്തോറും വല്ലാത്തൊരു ക്രോധം തന്നെ പിടികൂടുന്നതായി തോന്നി അയാൾക്ക്. എന്നാൽ ഇതൊന്നും അറിയാതെ കയ്യിലിരിക്കുന്ന ഫോണിൽ ത്രിലോകിനെ വിളിക്കുന്ന തിരക്കിലായിരുന്നു ശിവ. പക്ഷേ അവൻ കാൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. അവൾ ഒരു നിരാശയോടെ മുന്നിലിരിക്കുന്നവരെ നോക്കി. ശിവമോൾക്ക് ഇവിടെ ഇപ്പോൾ നല്ല സുഖമായിരിക്കുമല്ലേ? അശോകന്റെ ശബ്ദം അവിടെ ഉയരുമ്പോൾ ആ വാക്കുകളുടെ അർത്ഥം ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അവൾ മെല്ലെയൊന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. അത് പിന്നെ ചോദിക്കാനുണ്ടോ അങ്കിൾ? കുപ്പത്തൊട്ടിയിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് വരുന്ന ഏതൊരാളും സുഖം കൊണ്ട് അറമാദിക്കില്ലേ, അല്ലേ ശിവ? പരിഹാസത്തോടെ ആദ്യം അവളെ നോക്കി പറയുമ്പോൾ ശിവയുടെ മുഖത്തെ തെളിച്ചം കെട്ടു. ദി ഗ്രേറ്റ് ബിസിനസ്മാൻ ത്രിലോക്നാഥിന്റെ ഭാര്യ, ഇപ്പോൾ അവന്റെ ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന്റെ അമ്മ എന്ന സ്ഥാനം കൂടെ ആകുമ്പോൾ പിന്നെ മറ്റൊന്നും വേണ്ട, അല്ലേ ശിവമോളെ? അല്ല, എങ്ങനെയാ ഇത്ര പെട്ടെന്ന് നിങ്ങൾക്കിടയിലേക്ക് ഒരു കുഞ്ഞുകൂടെ കടന്നു വന്നത്? അവന്റെ മോഹത്തിന് നീ വഴങ്ങിക്കൊടുത്തതാണോ? അതോ ഇത് മറ്റാരുടെയെങ്കിലും വിഴുപ്പാണോ? മുന്നിൽ നിൽക്കുന്നത് സ്വന്തം മകന്റെ താലി അണിഞ്ഞ പെണ്ണാണെന്ന് പോലും ഓർക്കാതെ അയാൾ അവളെ കണ്ണുകൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും പച്ചയ്ക്ക് കൊല്ലുമ്പോൾ തറഞ്ഞു നിന്നുപോയി ശിവ.
മരവിപ്പോടെ അവളുടെ കൈകൾ തന്റെ ഉദരത്തെ പൊതിഞ്ഞു. എന്നാൽ പെട്ടെന്നെന്ന പോലെ അവളിലേക്ക് ദേഷ്യം ഇരച്ചു കയറി. അനാവശ്യം പറയരുത്, ഇതെന്റെ നന്ദേട്ടന്റെ കുഞ്ഞാണ്. ശിവ എല്ലാം മറന്ന് അയാൾക്ക് നേരെ ചീറി. ചി, വാ ഇടയ്ക്കടി. എനിക്ക് നേരെ നിന്റെ ശബ്ദം ഉയർന്നാൽ മുന്നിൽ നിൽക്കുന്നത് ഒരു പെണ്ണാണെന്ന് മറക്കും ഈ അശോകൻ. നിനക്കറിയില്ല ഈ എന്നെ. അവൾക്കടുത്തേക്ക് പാഞ്ഞു വന്ന് അയാൾ അമറുമ്പോൾ ശിവ ഭയത്തോടെ പിന്നിലേക്ക് അമർന്നുപോയി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്ത് തെളിവുണ്ടടി ഇത് എന്റെ മകന്റെ കുഞ്ഞാണെന്ന് തെളിയിക്കാൻ? അവന്റെ കൂടെ കിടന്ന് കൊടുത്തതാണോ നിന്റെ തെളിവ്? എന്നാൽ അതിന് പറയുന്ന പേര് വേറെയാടി. ശിവയ്ക്ക് തന്റെ ശരീരമാകെ തളരുന്ന പോലെ തോന്നി. ഈ നിമിഷം ഒന്ന് മരിച്ചു വീണിരുന്നു എങ്കിൽ എന്നുപോലും അവൾ ആശിച്ചുപോയി. തന്നിലെ സ്ത്രീക്ക് നേരെ ഏറ്റ അപമാന ഭാരത്താൽ അവൾ പൊട്ടിക്കരഞ്ഞു. ഏതവന്റെയോ കൂടെ കഴിഞ്ഞ് അവന്റെ വിഴുപ്പും ചുമന്ന് എന്റെ മകന്റെ ജീവിതം നശിപ്പിക്കാം എന്ന് നീ കരുതണ്ട. ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ നിന്നെ തിരിഞ്ഞു പോലും നോക്കില്ല. കാരണം അവന്റെ മനസ്സിൽ ഇപ്പോൾ ചാന്ദിനി മാത്രമാണ്. അവരുടെ ആ ബന്ധത്തിന് ഞങ്ങളുടെ പൂർണ്ണ പിന്തുണയുമുണ്ട്. കരുതിയിരുന്നോ നീ എല്ലാം അവസാനിപ്പിച്ച് അവന്റെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങാനായി? വാ ആദി. അവളെ നോക്കി പുച്ഛത്തോടെ ആദിയും അശോകനും അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു ശില കണക്കി നിന്നുപോയി അവൾ. ഞങ്ങളുടെ ഭാഗം വളരെ ഭംഗിയായി തന്നെ ഞങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നിന്റെ ഊഴമാണ് ചന്തു. എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഒരിടത്തും പാളിച്ച പറ്റാൻ പാടില്ല. എന്റെ മകനൊക്കെ തന്നെയാ. പക്ഷേ കൂർമ്മ ബുദ്ധിയാണ് അവന്. എവിടെയെങ്കിലും ഒന്ന് സ്ലിപ്പായാൽ പിന്നെ അവന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അശോകൻ ഗൗരവത്തോടെ പറയവേ ചാന്ദിനി അയാളെ ശ്രദ്ധാപൂർവം കേട്ടിരുന്നു. അങ്കിൾ ഒന്നുകൊണ്ടും ടെൻഷൻ ആകണ്ട. ഇനിയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. നാഥുവിനെ ഞാൻ ഇവിടേക്ക് വിളിച്ചിട്ടുണ്ട്. ആദ്യം വരാൻ കൂട്ടാക്കിയില്ല. പിന്നെ ഞാൻ നാളെ തന്നെ മടങ്ങിപ്പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അവൻ. ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ മടങ്ങി വരില്ല എന്നാണല്ലോ അവരോടൊക്കെ മുന്നേ പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ട് ലാസ്റ്റ് ഡേ എന്നെ ഒഴിവാക്കാൻ അവന് കഴിയില്ല. അവൾ വിജയീഭാവത്തിൽ പറഞ്ഞു. അത് കേൾക്കെ അവരുടെ മുഖത്തും ഒരു ചിരി വിരിഞ്ഞു. അവളെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കണം എന്നതാണ് റിസ്ക്. അതിന് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തേ മതിയാകൂ. ആദി, നിനക്ക് കഴിയില്ലേ അതിന്? ചാന്ദിനിയുടെ നോട്ടം ആദിക്ക് നേരെയായി. അവളെ ഒഴിവാക്കുക എന്നത് ഞങ്ങളുടെ കൂടെ ആവശ്യമാണല്ലോ ചന്തു. സോ തൻ്റെ കൂടെ ഞാനുണ്ട്. വേണ്ടത് അവൻ ചെയ്തോളും. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുക. യാദൃച്ഛികമായി അവൻ ഞങ്ങളെ എങ്ങാനും കണ്ടാൽ സംശയിക്കും. അശോകനും ആദിയും അവിടെ നിന്ന് ഇറങ്ങിയതും ചന്തു ഡോർ അടച്ച് അകത്തേക്ക് കയറി. പുറത്ത് കോളിംഗ് ബെൽ മുഴങ്ങുമ്പോൾ ചന്തു പ്രതീക്ഷയോടെ പോയി ഡോർ തുറന്നു. ആഗ്രഹിച്ച ആള് തന്നെ മുന്നിൽ നിൽക്കുമ്പോൾ അവളുടെ കണ്ണുകൾ വല്ലാതെ തിളങ്ങി. ആദ്യമായി കാണുന്ന ഭാവത്തിൽ അവൾ ത്രിലോകിനെ മതിവരാതെ നോക്കി. ബ്ലാക്ക് ഷർട്ടും ബ്ലൂ ജീൻസുമാണ് അവൻ ധരിച്ചിരിക്കുന്നത്. സെയിം ബ്ലാക്ക് കോട്ട് ഊരി കയ്യിൽ പിടിച്ചിട്ടുണ്ട്. കണ്ണിൽ ബ്ലാക്ക് ഫ്രെയിം ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അതവന്റെ മുഖത്തിന്റെ ഗൗരവത്തിന് മാറ്റുകൂട്ടുന്നു. ഇങ്ങനെ നോക്കി നിൽക്കാനാണോ നീ എന്നെ വിളിച്ചു വരുത്തിയത്? ഷർട്ടിന്റെ പിടവിലൂടെ അവന്റെ ഉറച്ച നെഞ്ചിലേക്ക് അവളുടെ കണ്ണുകൾ തെന്നി നീങ്ങിയ അതേ നിമിഷത്തിൽ തന്നെയാണ് ത്രിലോകിന്റെ ശബ്ദവും അവിടെ ഉയർന്നത്. ചന്തു ഒന്ന് ഞെട്ടിയതുപോലെ അവനെ നോക്കി. ഇവിടെ തന്നെ നിൽക്കാതെ അകത്തേക്ക് വാ നാഥു. അവളൊരു പുഞ്ചിരിയോടെ അവനെ വിളിച്ചു. വരാം. അതിനു മുന്നേ ഞാൻ ആദ്യം ശിവയെ കൂട്ടിക്കൊണ്ട് വരാട്ടോ. എന്തായാലും നാളെ മോർണിംഗ് നീ മടങ്ങിപ്പോവുകയല്ലേ? അതിനു മുന്നേ നിനക്ക് അവളോടുള്ള പിണക്കം അങ്ങ് തീർത്തേക്ക്. അത് കേൾക്കെ പെട്ടെന്ന് അവളുടെ മുഖം മാറി. അത് നല്ല കാര്യമാണ്. പക്ഷേ എനിക്ക് അതിനു മുന്നേ നിന്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം നാഥു. നമ്മൾ മാത്രമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല ചന്തു. എന്തിനും ഒരു ലിമിറ്റുണ്ട്. അയ്യോ എൻ്റെ നാഥു, നിനക്ക് നിന്റെ ശിവ തന്നെയാ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് കരുതി ബാക്കിയുള്ളവരെ ഇങ്ങനെ തള്ളിക്കളയല്ലേ ചെക്ക. നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? പിന്നെ എന്താടാ? അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോലും നിന്റെ ശിവയ്ക്കില്ലേ? അവൾ അല്പം പുച്ഛത്തോടെയാണ് അത് ചോദിച്ചത്. നമ്മുടെ പരിഷ്കാരങ്ങളൊന്നും അവൾക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാകണം എന്നില്ല ചാന്ദിനി. പിന്നെ എൻ്റെ കാര്യം വരുമ്പോൾ അവൾ കുറച്ചധികം പൊസസീവാണ്. അത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. അത് നിനക്ക് കോമൺ സെൻസ് ഇല്ലായ്മ ആയാണ് തോന്നുന്നത് എങ്കിൽ അത് നിന്റെ സെൻസിന്റെ പ്രോബ്ലമാണ്. അവളുടെ പുച്ഛത്തിനുള്ള മറുപടി അവൻ ഗൗരവത്തിൽ തിരിച്ചു കൊടുക്കുമ്പോൾ ചന്തുവിന്റെ മുഖം വീർത്തു വന്നു. ഈ അവസാന നിമിഷത്തിലെങ്കിലും നിനക്ക് എന്നോട് അല്പം സോഫ്റ്റായി സംസാരിക്കാൻ വയ്യ അല്ലേ നാഥു? നിനക്കുള്ള മറുപടി ഞാൻ തന്നു എന്നേ ഉള്ളൂ. അല്ലാതെ ഇതിന് മറ്റൊന്നും നീ കരുതേണ്ട. ഓക്കെ. ഇപ്പൊ നീ അകത്തേക്ക് വാ. ബാക്കി ഫൈറ്റ് അകത്ത് വെച്ചാകാം. ഇനിയും അവനെ അവിടെ തന്നെ നിർത്തിയിരുന്നാൽ ശരിയാകില്ല എന്ന് തോന്നിയ ചന്തു അവന്റെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് കയറ്റി ഡോർ അടച്ചു. അശോകനും ആദിയും പോയതിൽ പിന്നെ ആകെ വല്ലാത്തൊരു വീർപ്പുമുട്ടലിലായിരുന്നു ശിവ. തന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആരുമില്ലാത്ത നോവിൽ അവൾ സ്വയം കരഞ്ഞു തീർത്തു. ഇനിയും അവിടെ ഒറ്റയ്ക്കിരുന്നാൽ ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നിയ നിമിഷം അവൾ എഴുന്നേറ്റ് കാറ്റിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ആരുടെയെങ്കിലും സാമീപ്യത്തിൽ കുറച്ചു നേരമെങ്കിലും ഇരിക്കാൻ കൊതിച്ചു അവൾ. അതുകൊണ്ട് തന്നെ ലക്ഷ്യയുടെ ഫ്ലാറ്റിലേക്കാണ് അവൾ പോയത്. ഫ്ലാറ്റിന് മുന്നിലെത്തി കോളിംഗ് ബെല്ലിന് നേരെ കൈ ഉയർത്തുമ്പോഴാണ് എന്തോ ഒരു ഉൾപ്രേരണയിൽ ശിവയുടെ കണ്ണുകൾ സൈഡിലേക്ക് മാറിയത്. ഒരു വേള
അവ വികസിച്ചു എങ്കിലും പെട്ടെന്ന് അവ ചുരുങ്ങി. ചാന്ദിനിയുടെ ഫ്ളാറ്റിന് മുന്നിൽ നിൽക്കുന്ന ത്രിലോക് അവളോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അല്പം ദൂരെ ആയതുകൊണ്ട് മുഖഭാവം വ്യക്തമല്ല. ഒടുവിൽ ചാന്ദിനി അവന്റെ കൈയും പിടിച്ച് ഉള്ളിലേക്ക് കയറിപ്പോകുന്നത് ശിവ ഒരുതരം ദേഷ്യത്തിലാണ് ഉറ്റുനോക്കി നിന്നത്. ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ നിന്നെ തിരിഞ്ഞുപോലും നോക്കില്ല. കാരണം അവന്റെ മനസ്സിൽ ഇപ്പോൾ ചാന്ദിനി മാത്രമാണ്. അശോകന്റെ വാക്കുകൾ വീണ്ടും വീണ്ടും തനിക്കുള്ളിലിരുന്ന് ആരോ ഓർമ്മിപ്പിക്കുന്നതായി തോന്നി അവൾക്ക്. വല്ലാത്തൊരു തരം ആശങ്കയോടെ അവളുടെ കാലുകൾ മുന്നോട്ട് ചലിച്ചു. അടഞ്ഞുകിടന്ന ഡോർ തുറക്കാനായി ഹാൻഡിലിൽ അമർത്തുമ്പോൾ വല്ലാത്തൊരു തരം വിറയലായിരുന്നു ശിവയുടെ കൈകൾ അനുഭവപ്പെട്ടത്. ഉള്ളിൽ തന്നെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും കാഴ്ച ആകുമോ കാണേണ്ടി വരുന്നത് എന്നവൾ വല്ലാതെ ഭയപ്പെട്ടു. ഇല്ല, തന്റെ നന്ദേട്ടൻ ഒരിക്കലും തന്നെ മറന്ന് ഒന്നും ചെയ്യില്ല. അവൾ അവളോട് തന്നെ വാദിച്ചു. കണ്ണുകൾ അടച്ച് ശ്വാസം ഒന്ന് നീട്ടി വലിച്ചു വിട്ടുകൊണ്ട് അവൾ ഡോർ മെല്ലെ തുറന്നു. ശൂന്യമായി കിടക്കുന്ന ഹാളിൽ അവളുടെ കണ്ണുകൾ ചുറ്റുമൊന്ന് തെന്നി നീങ്ങി. അകത്തേക്ക് ചുവടുകൾ വയ്ക്കുമ്പോൾ ഉള്ളിൽ ഉയരുന്ന ഹൃദയമിടിപ്പും കാലുകളുടെ തളർച്ചയും അവൾ മനഃപൂർവ്വം കണ്ടില്ല എന്ന് നടിച്ചു. ആരെയും ചതിച്ചു എന്നൊരു തോന്നൽ നമുക്ക് വേണ്ട നാദു. കാരണം നീ ഒരുപാട് വട്ടം പറഞ്ഞതല്ലേ അവളെ സ്നേഹിക്കാനോ അവളോടൊപ്പം ഒരു ജീവിതം ജീവിക്കാനോ നിന്നെക്കൊണ്ട് കഴിയില്ല എന്ന്. എന്നിട്ടും വാശി പിടിച്ച് നിന്നെ നേടിയെടുത്തത് അവളല്ലേ. കാലുകളുടെ ചലനം പെടുന്നനെ നിലയ്ക്കുമ്പോൾ കണ്ണുകൾ പരമീനുകൾ കണക്കെ ആ ശബ്ദത്തിന്റെ ഉറവിടം തേടി അലഞ്ഞു. താനിപ്പോൾ നിൽക്കുന്നതിനോട് ചേർന്ന് കാണുന്ന റൂമിൽ നിന്നാണെന്ന് തിരിച്ചറിയുമ്പോൾ നടക്കുകയായിരുന്നില്ല, അവിടേക്ക് ഓടുകയായിരുന്നു ശിവ. പൊടുന്നനെ ചാരിക്കിടന്ന വാതിൽ വലിച്ചു തുറന്നു അവൾ. കണ്ണുകൾ എങ്ങോട്ടെന്നില്ലാതെ അലഞ്ഞു തിരിയുമ്പോൾ ഒടുവിൽ അവൾ കണ്ടു ബാൽക്കണിയിൽ നിൽക്കുന്ന ത്രിലോകും അവനിൽ നിന്ന് കുറെ മാറി ഡോറും കഴിഞ്ഞ് റൂമിലായി അവനെ തന്നെ നോക്കി നിൽക്കുന്ന ചന്തുവും. നിനക്ക് അവളോട് ഒരു സ്നേഹവുമില്ല എന്ന് എല്ലാവരെയും പോലെ അവൾക്കും അറിയാം നാദു. എന്നിട്ടും ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുവാണ് അവൾ. അല്ലെങ്കിൽ തന്നെ വെറുപ്പ് മാത്രം നിറഞ്ഞ് നീ അവളെ സ്നേഹിക്കും എന്ന് ചിന്തിച്ച അവളല്ലേ പൊട്ടി. പക്ഷേ ഇപ്പോഴും അവൾക്കറിയില്ല നിന്റെ ഉള്ളിൽ ഗൗരിയല്ല ഈ ഞാനാണെന്ന്. ശിവ ദേഷ്യമടക്കാൻ കഴിയാതെ ചാന്ദിനിയെ തന്നെ തുറച്ചു നോക്കി നിന്നു. ത്രിലോകിലേക്ക് അവളുടെ കണ്ണുകൾ ഒരിക്കൽ പോലും ചലിച്ചില്ല. ഇനിയും ഒന്നും അവളിൽ നിന്ന് ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല നാദു. അവളെല്ലാം അറിയണം. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു തരാൻ പറയണം. കൂടെ നിന്റെ കുഞ്ഞിനെയും നീ അവളിൽ നിന്ന് വാങ്ങണം. അല്ല, ഇപ്പോൾ ആ കുഞ്ഞു മാത്രമാണല്ലോ നിന്റെ ലക്ഷ്യവും. അതിനല്ലേ നീ അവളെ സ്നേഹിച്ച് അവളുടെ കൂടെ നിൽക്കുന്നതും. ശിവയുടെ നെഞ്ചൊന്നു പിടഞ്ഞു. കണ്ണുകൾ നിറയാതിരിക്കാൻ അവൾ നന്നേ പണിപ്പെട്ടു. ഡെലിവറി കഴിഞ്ഞാൽ ഉടനെ അവളെ എങ്ങനെയെങ്കിലും നമുക്ക് നാട്ടിലെത്തിക്കണം. ശേഷം മതി അവൾ നമ്മുടെ കാര്യം അറിയുന്നത്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ കാര്യം അറിയിച്ച് നീ എന്നെയും കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങണം നാദു. പിന്നെ നമ്മുടെ മാത്രം ജീവിതത്തിൽ നമ്മൾ മാത്രം മതി. നീയും ഞാനും നമ്മുടെ കുഞ്ഞും മാത്രം. അതും പറഞ്ഞ് അവന്റെ അരികിലേക്ക് പോയി ചാന്ദിനി അവനെ പിന്നിൽ നിന്ന് പുണർന്നു. ശിവയുടെ കണ്ണുകൾ രക്തവർണ്ണമായി മാറി. മുഖമാകെ വലിഞ്ഞു മുറുകി. കൈമുഷ്ടി രണ്ടും ചുരുട്ടിപ്പിടിച്ച് അവൾ കാറ്റുപോലെ മുന്നോട്ട് കുതിച്ചു. അത്രയും നേരം കയ്യിലിരുന്ന ടേബിൾ കോൺഫറൻസ് കോളിലായിരുന്ന ത്രിലോക് ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. അവന്റെ ദേഷ്യത്തോടെയുള്ള നോട്ടം കണ്ട് പെടുന്നനെ ചന്തുവിന്റെ കൈകൾ അവനിൽ നിന്ന് അഴിഞ്ഞു. എന്താ നീ? രണ്ട് കാതിലുമിരുന്ന ഇയർ ഹെഡ്സെറ്റ് എടുത്തു മാറ്റിവിടേണ്ട ത്രിലോക് എന്തോ ചോദിച്ചു തുടങ്ങിയതും അവന്റെ മുന്നിൽ നിന്ന് ചന്തുവിനെ ആരോ തിരിച്ചു നിർത്തി അവളുടെ കവിളിൽ ആഞ്ഞടിച്ചു. സൈഡിലേക്ക് ചരിഞ്ഞുപോയ അവൾ കവിളിൽ കൈവച്ച് ഞെട്ടലോടെ മുന്നോട്ട് നോക്കി. ത്രിലോകും മുന്നിൽ നിൽക്കുന്ന ശിവയെ കണ്ട് അവനൊന്ന് അമ്പരക്കാതെ ഇരുന്നില്ല. ഡി, നീ എന്നെ തല്ലിയല്ലേ? ത്രിലോക്, നീ കണ്ടില്ലേ വെറുതെ നിന്ന ഇവളെന്നെ തല്ലിയത്. എന്നിട്ടും നീ എന്താ മിണ്ടാതെ നിൽക്കുന്നത്? കവിളിൽ നിന്ന് കൈമാറ്റി ചാന്ദിനി ശിവയെ കലിയോടെ നോക്കി ത്രിലോകിനോടായി ചീറി. ശിവ, വരരുത് എൻ്റെ അടുത്തേക്ക്. ത്രിലോക് ശിവയ്ക്ക് അരികിലേക്ക് വരാൻ നിന്നതും ശിവയുടെ വിറപ്പിക്കുന്ന ശബ്ദം അവിടെ എങ്ങും ഉയർന്നു. ത്രിലോക് അവളെ വികസിച്ച കണ്ണുകളോടെ നോക്കി. ശേഷം വേഗം കണക്റ്റായിരുന്ന കോൾ കട്ടാക്കി ടാബ് ഓഫ് ചെയ്തു വെച്ചു. നിനക്കറിയില്ല അല്ലേ നിന്നെ ഞാൻ എന്തിനാ തല്ലിയത് എന്ന്? പറയടി, നിനക്കറിയില്ലേ എന്ന് ശിവ ചാന്ദിനിയുടെ മുന്നിലായി വന്നു നിന്ന് അലറിക്കൊണ്ട് ചോദിച്ചു. എനിക്കറിയില്ല. നിനക്ക് ഭ്രാന്താണോ വെറുതെ നിൽക്കുന്നവരെ തല്ലാൻ? അതോ ത്രിലോകിനെ എൻ്റെ കൂടെ കണ്ടതിൻ്റെ സംശയവും ദേഷ്യവുമാണോ നിനക്ക്? അത് പറഞ്ഞു തീർന്നില്ല. അതിനു മുന്നേ ഒരിക്കൽ കൂടെ ശിവയുടെ കൈകൾ അവളിൽ നിന്ന് ഉയർന്നു താന്നു. ചാന്ദിനി വേദന കൊണ്ട് പിടഞ്ഞുപോയി. ഈ നിൽക്കുന്നവൻ ആരാന്നറിയോടി നിനക്ക്? ഈ ശിവയുടെ മാത്രം സ്വന്തമാണ്. എനിക്കും എൻ്റെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിനും മാത്രം അവകാശമുള്ളവൻ. നീ എന്നല്ല, സാക്ഷാൽ ഉടയ തമ്പുരാൻ ഇറങ്ങി വന്ന് പറഞ്ഞാൽ പോലും ഇയാളെ മറ്റൊരാൾക്കും കൊടുക്കില്ല ഞാൻ. അത് ഇനി എൻ്റെ വാശിയാ. ചുറ്റുമുള്ളത് പോലും വിസ്മരിച്ചുകൊണ്ട് അവൾ അലറുമ്പോൾ ത്രിലോകിന്റെ കണ്ണുകൾ ശിവയിൽ തന്നെ തറഞ്ഞു നിന്നു എങ്കിൽ ചാന്ദിനിയിൽ സർവവും നഷ്ടമാകുമോ എന്ന ഭയത്തോടൊപ്പം ശിവയെ നശിപ്പിക്കാനുള്ള ഭ്രാന്ത് നിറഞ്ഞു. ചതിയിലൂടെ ഇവനെ നേടിയെടുത്ത നിനക്ക് എന്ത് യോഗ്യതയുണ്ടടി എൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ വെല്ലുവിളിക്കാൻ? ത്രിലോക് എനിക്ക് എൻ്റെ ഫ്രണ്ട് മാത്രമാണ്. എനിക്കും ഇവനും നന്നായിട്ട് അറിയാം. അത് മനസ്സിലാക്കി പെരുമാറാൻ പോലും കഴിവില്ലാത്ത നിനക്ക് സംശയരോഗമാണ് ശിവ.
ഒന്നിച്ചു ചേർന്ന് നിന്ന എന്നെയും ഇവനെയും കണ്ട നിന്റെ മനസ്സിൽ ദുഷിപ്പാണ് ഇപ്പോൾ ഈ രീതിയിൽ പുറത്തു വന്നത്. എന്നിട്ട് നിന്ന് സ്നേഹത്തെക്കുറിച്ച് വിളമ്പാൻ നിനക്ക് നാണമാകുന്നില്ലേ? ഛേ! ത്രിലോകിന്റെ ഉള്ളിൽ കനലിടാൻ എന്നോണം ചാന്ദിനിയുടെ വാക്കുകൾ ശിവയ്ക്കുമേൽ ഉയർന്നു. നാഥു, കാലൊന്ന് സ്ലിപ്പായപ്പോൾ വീഴാതെ ഇരിക്കാൻ നിന്നെ പിടിച്ചു നിന്നതാണ്, ഞാനല്ലാതെ മറ്റൊന്നുമല്ല. അത് കണ്ടാണ് ഇവൾ ഈ പ്രസംഗിക്കുന്നത് മുഴുവൻ. നിനക്ക് തോന്നുന്നുണ്ടോ നാഥു, നിന്നെ ഞാൻ ആ രീതിയിൽ കാണുമെന്ന്? അത്രയ്ക്കും വൃത്തികെട്ട ഒരു പെണ്ണാണോടാ ഞാൻ? ഇല്ലാത്ത കണ്ണുനീർ വരുത്തി നിറഞ്ഞാടുകയാണ് ചാന്ദിനി. അല്ലെങ്കിൽ തന്നെ ഞാൻ നിന്നെ ഒന്ന് ഹഗ് ചെയ്തു എന്ന് കരുതി എന്താ തെറ്റ്? നിന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ ഇവൾ നമ്മളെ തെറ്റിദ്ധരിച്ചത്? ഭാവം കണ്ടാൽ തോന്നും നമ്മളെ എന്തോ കാണാൻ പാടില്ലാത്ത രീതിയിൽ കണ്ടിട്ടാണ് ഈ ദേഷ്യമെന്ന്. സത്യത്തിൽ നിന്റെ പ്രശ്നം എന്താ ശിവ? സംശയരോഗമാണോ നിന്റെ? അതോ ത്രിലോകിനെ ഒഴിവാക്കാനായി നീയായി സ്വയം കാരണങ്ങൾ കണ്ടുപിടിക്കുന്നതാണോ? അത്രയും പറഞ്ഞ് ചാന്ദിനി അവൾക്കരികിലേക്ക് നീങ്ങി നിന്നു. കൂടുതൽ ഇവിടെ കിടന്നാടാൻ നീ എന്താടി ഞാനും അവനും തുണിയില്ലാതെ നിൽക്കുന്നതാണോ കണ്ടത്? ശിവയ്ക്ക് മാത്രം കേൾക്കാൻ കഴിയുന്ന രീതിയിൽ ശബ്ദം താഴ്ത്തി അവൾ കേൾക്കുമ്പോൾ ശിവ അവളെ അറപ്പോടെ നോക്കി. നാഥു, ഇവളുടെ പ്രശ്നം എന്താണെന്ന് നീ തന്നെ ചോദിച്ചു മനസ്സിലാക്ക്. ഒന്നുകിൽ ഇവൾക്ക് സംശയരോഗമാണ്, അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഇവൾക്ക് നിന്നെ മടുത്തു, ചാന്ദിനി ഒരു പുച്ഛത്തോടെ പറഞ്ഞു. ശിവ, എന്താ നിന്റെ പ്രശ്നം? നീ എന്തിനാ ഈ ദേഷ്യം കാണിക്കുന്നത്? എന്താണ് നിന്റെ പ്രശ്നമെങ്കിൽ നീ അത് എന്നോട് പറഞ്ഞേ മതിയാകൂ. നിന്നെ കേൾക്കാൻ ഞാൻ തയ്യാറാണ്. നീ പറയുന്നത് മാത്രം കേട്ടാൽ മതി എനിക്ക്. ത്രിലോക് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് തന്റെ അടുത്തേക്ക് നിർത്തുമ്പോൾ ശിവ 10 മടങ്ങ് ദേഷ്യത്തിൽ അവന്റെ കൈ തന്നിൽ നിന്ന് കുടഞ്ഞെറിഞ്ഞു.